69 സങ്കീർത്തനം 20 വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണല്ലോ ഈ 69 സങ്കീർത്തനം. ഇത് ഒരു മശിഹാ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിലുടനീളം പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രവചന ദൃഷ്ട്യാ താൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളതായ കാര്യങ്ങളാണ്. തൻ്റെ ശാരീരികമായ ക്ഷീണത്തെ സംബന്ധിച്ചോ മാനസികമായി താൻ അനുഭവിച്ച വ്യഥകളെ സംബന്ധിച്ചോ ഒക്കെയാണ് ഇതിലെ പരാമർശമെങ്കിലും വാസ്തവത്തിൽ താൻ എഴുതിയിട്ടുള്ളത് ദൈവാത്മപ്രേരിതനായി കർത്താവായ യേശുക്രിസ്തുവിന് സംഭവിക്കുവാനുള്ള കഷ്ടാനുഭവങ്ങളെ സംബന്ധിച്ച് ഉള്ള വലിയ ചിത്രമാണ് താൻ ഈ സങ്കീർത്തനത്തിലൂടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തെ ഒരു മശിഹാ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിലെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല താനും. 21 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഇത് വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് നടന്നതായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പ്രവചനദൃഷ്ട്യാ ദൈവാത്മാവ് ദാവീദിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ താൻ പറയുകയാണ്, എന്നെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. ആശ്വസിപ്പിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സഹായമാണ്. നമ്മുടെ വിഷമസന്ധികളിൽ, നമ്മുടെ പ്രയാസവേളകളിൽ നമ്മുടെ അരികിലേക്ക് വന്ന് ആശ്വാസവാക്കുകൾ പറയുകയും നമ്മെ തലോടി ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. നാം വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ, വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട്, സാരമില്ല, ദൈവം സഹായിക്കും, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, വിഷമിക്കേണ്ട, കർത്താവ് വഴി ഒരുക്കി തരും, പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ദൈവമല്ലേ കൂടെ ഉള്ളത്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മോട് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യം നമുക്കുണ്ടാകും, ഒരു വലിയ ആശ്വാസം നമുക്കുണ്ടാകും, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് ലഘൂകരിക്കപ്പെടും. അതുകൊണ്ട് ഈ വിലാപ ഭവനങ്ങളിലൊക്കെ ചെന്ന് നാം ആശ്വാസവാക്കുകൾ പറയാറുണ്ട്. അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ വേർപെടുന്നതായ സമയത്ത് ആ വേർപാടിൻ്റെ ദുഃഖം താങ്ങാനാവുന്നതിലപ്പുറമാകുമ്പോൾ വാസ്തവത്തിൽ വിലാപഭവനങ്ങളിൽ ആശ്വാസവാക്കുകൾ പറയുന്നത് തീർച്ചയായും വലിയൊരു അനുഗ്രഹകരമായ കാര്യമാണ്. അവരുടെ വലിയ വിഷമത്തിൻ്റെ മധ്യത്തിൽ, വലിയ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ വല്ലാത്ത മാനസിക പ്രയാസം അനുഭവിക്കുമ്പോൾ ആ വേർപാടിൻ്റെ ദുഃഖത്തെ ഒന്ന് ലഘൂകരിക്കുന്നതിന് ഈ ആശ്വാസവാക്കുകൾ സഹായകമാണ് എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല, ദൈവവചനം നൽകുന്ന പ്രത്യാശ അവരെ വളരെയധികം ധൈര്യപ്പെടുത്തുന്നതാണ്. ദൈവമക്കളുടെ ഭവനമാണെങ്കിൽ അവർ ആ ദൈവവചനത്തിൽ ആശ്വാസം കൈക്കൊള്ളും. അതുകൊണ്ടാണ് വിലാപഭവനങ്ങളിൽ നാം ദൈവവചനത്തിലൂടെ ആഴമായ സത്യങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ അവിടെ പറയുന്നത്. അങ്ങനെ പ്രത്യാശയാൽ വിശ്വാസികളുടെ ഹൃദയത്തെ നിറയ്ക്കുവാനും ധൈര്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ ആശ്വസിപ്പിക്കുന്നവർ തീർച്ചയായും അനുഗ്രഹകരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ദാവീദ് പറയുകയാണ്, ആരെങ്കിലും എന്നെ ആശ്വസിപ്പിക്കുവാൻ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചുറ്റുപാടുകളുള്ളവർ വിഷമം അനുഭവിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ, വല്ലാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ആശ്വാസമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. വിവിധങ്ങളായ കാരണങ്ങളാൽ ആശ്വാസം ലഭിക്കാതെ വല്ലാതെ ഭാരപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകാം, ശാരീരികമായ വിഷമതകളിലൂടെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകാം. അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി നാം മാറേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് സഹായകമായി നാം തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ വിഷമതകൾ അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ പോകുന്നവർക്ക്
ആശ്വാസത്തിൻ്റെ കരം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്ക് നാം വലിയൊരു സഹായമായി തീരണം. നമ്മിൽ മറ്റുള്ളവർ പ്രതീക്ഷയർപ്പിക്കണം. നാം അവരെ സഹായിക്കും എന്നുള്ളതായൊരു വലിയ ബോധ്യം അവർക്ക് ലഭിക്കണം. അങ്ങനെയാണ് നാം ചെയ്യേണ്ടുന്നത്. അടുത്ത സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ മനുഷ്യത്വമില്ലാത്ത ആളുകളെയാണ് നാം കാണുന്നത്. എത്രയോ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നു. നാം പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്നത് ഓരോ ദിവസവും സംഭവിക്കുന്ന അതിക്രൂരമായ സംഭവങ്ങൾ തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത്. ഇതൊക്കെ മനുഷ്യർ തന്നെയാണോ ചെയ്യുന്നത് എന്ന് പോലും നാം സംശയിച്ചു പോകുന്നു. മൃഗങ്ങൾ പോലും ചെയ്യാത്ത അത്രമാത്രം ദയയില്ലാത്ത ക്രൂരമായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുകയാണ്. സഹജീവികളായി നാം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടുന്ന ആളുകളെ അതിനിഷ്ഠൂരമായി കൊല ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ ഭയാനകമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മോട് പറയുകയാണ്, നാം മറ്റുള്ളവർക്കൊരു സഹായമായി തീരണം. നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അടുത്തുള്ളവരെ നമ്മെപ്പോലെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളായി തീരണം. അങ്ങനെ നാം അവരെ ആശ്വസിപ്പിക്കുവാനിടയാകണം. വാസ്തവത്തിൽ ദൈവവചനം ആരംഭം മുതൽ നാം വായിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ്. ദൈവവചനത്തിലുടനീളം എഴുതിയിരിക്കുന്നത് ഒരാൾ മറ്റൊരാൾക്ക് ആശ്വാസമായി തീരുന്നതായ ചരിത്രങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്ന ഭാഗത്ത് നാം വായിക്കുന്നത്, യാക്കോബ് മരിച്ചപ്പോൾ യോസേഫ് തൻ്റെ സഹോദരന്മാരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തതായിട്ടുള്ള സംഭവമാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അവസാന അധ്യായം 21 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. യോസേഫ് തൻ്റെ സഹോദരന്മാരെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. 23 സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ദാവീദ് രാജാവ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. പുതിയ നിയമഭാഗത്തേക്ക് വരുമ്പോഴോ മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തു താൻ തിരുവായും ഒഴിഞ്ഞത് മത്തായി സുവിശേഷം 11 അധ്യായം 28 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നോക്കുക, കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരണം എന്ന് കർത്താവ് നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്ക് നാം വലിയൊരു ആശ്വാസമായി തീരട്ടെ. അനേക പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന അനേകരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും അവർക്ക് ആശ്വാസം നൽകുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. അനേകരുടെ വിഷമസന്ധികളിൽ അവർക്ക് ധൈര്യം നൽകുവാൻ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഉറപ്പിക്കുവാൻ, ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുവാൻ നമുക്കിടയായി തീരട്ടെ. അങ്ങനെ അനേകരെ ആശ്വസിപ്പിക്കുന്നവരായി ഇന്നത്തെ ദിവസം മാറുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദാവീദ് രാജാവ് എഴുതിയതുപോലെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിലുള്ള അനേകർക്ക് ആശ്വാസം നൽകുവാൻ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. അങ്ങനെ ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. അങ്ങനെ വലിയൊരു സാക്ഷ്യം ദേശത്ത് നമുക്ക് ലഭിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുടെ മധ്യത്തിൽ കർത്താവെ, അവരെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസം നൽകുവാൻ, അനേകരെ ധൈര്യപ്പെടുത്തുവാൻ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഉറപ്പിക്കുവാൻ, ജീവിതത്തിൽ പരാജയം നേരിട്ടവരെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയത്തിലേക്ക് നയിക്കുവാൻ, കർത്താവെ, ജീവിതം മടുത്തുപോയവരെ ആശ്വാസവാക്കുകളിലൂടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയിൽ കർത്താവെ അവരെ വീണ്ടും ജീവിപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ആശയറ്റവരായി കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവർക്കൊക്കെ അവിടുന്ന് ആശ്വാസം നൽകി സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് ആശ്വാസദായകനായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ ഏതൊരു പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും അവിടുത്തെ അരികിലേക്ക് വന്ന് ഇന്നത്തെ ദിവസം ആശ്വാസം പ്രാപിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. രോഗികൾക്ക് സൗഖ്യം നൽകുകയും ക്ഷീണിതർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ കർത്താവേ. ഇന്നത്തെ ദിവസം ഞങ്ങളെയും അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച് അനേകർക്ക് ആശ്വാസം നൽകുവാൻ ഞങ്ങളുടെ പ്രവൃത്തികളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. അനേകരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.